നമസ്കാരം. നാനാത്വത്തിൽ ഏകത്വം എന്ന ലോകത്തിന് മുന്നിലെ ഇന്ത്യയുടെ മഹത്തായ ഒരു മേൽവിലാസം ഇന്ന് ഭരണഘടനയുടെ ആ പേപ്പറുകളിൽ താളുകളിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണോ? അങ്ങനെ ഒരു സംശയമാണ്. കാരണം അങ്ങനെയാണ് തോന്നുന്നത്. ഒരു രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശക്തി എങ്ങനെയാ അളക്കുക? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിലെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വം എത്രയാണ് എന്ന് നോക്കിയിട്ടാണ് ആ അളവുകോല് തീരുമാനിക്കുന്നത്. എന്നാൽ ഈ സമകാലിക ഇന്ത്യയിൽ സംഭവിക്കുന്ന ഉയർന്ന ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ നൽകുന്നത് ഒട്ടും ശുഭകരമായിട്ടുള്ള ഒരു അവസ്ഥയല്ല, ഒരു കാര്യമല്ല, സൂചനയല്ല. നമുക്കറിയാം, ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷതയും സമത്വവും ഒക്കെ ഇന്ന് വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നത് നമ്മൾ സമൂഹത്തിൽ അത് ദിനം ദിനം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പതിനായിരക്കണക്കിന് വർഷങ്ങളുടെ മഹത്തായ സംസ്കാരത്തിന്റെ കഥ പറയുന്നവരാണ് ഇത്തരത്തിൽ പെരുമാറുന്നത്. ഈ ഒരു നാനാത്വത്തെയും സമത്വത്തെയും ഒക്കെ കുഴിച്ചു മൂടുന്നത് എന്നതാണ് മതേതര ഇന്ത്യയിലെ ഏറ്റവും വലിയ ആശ്ചര്യം എന്ന് പറയുന്നത്. കേവലം രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം ന്യൂനപക്ഷ വിഭാഗങ്ങളെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പാർശ്വവൽക്കരിക്കാനുള്ള ഒരു ചിട്ടയായ ശ്രമങ്ങൾ അല്ലെങ്കിൽ ആസൂത്രിതമായ ശ്രമങ്ങളാണ് ഇന്ത്യയിലെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്, നമ്മൾ കണ്ടുവരുന്നത്. സ്വതന്ത്രമായി അല്ലെങ്കിൽ ഏത് മതത്തെ വിശ്വസിക്കണം, അല്ലെങ്കിൽ ഏതിനെ ആരാധിക്കണം, എങ്ങനെ ജീവിക്കണം എന്നത് ഓരോ സമുദായ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാനും ഒക്കെ ഭരണഘടന നൽകുന്ന ഉറപ്പുകൾ നിരന്തരം ലംഘിക്കപ്പെടുന്ന കാഴ്ചയാണ് ഉത്തരേന്ത്യയിലും നമ്മുടെ ദക്ഷിണേന്ത്യ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. 2026 ജൂലൈ 12 പശ്ചിമ ബംഗാളിലെ ബരാസയില് സലേഷ്യൻ സിസ്റ്റേഴ്സിന് നേരെ നടന്നിട്ടുള്ള ആൾക്കൂട്ട ഭീഷണി നമുക്കറിയാം. അതിന്റെ വീഡിയോകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നിർമ്മാണത്തിലിരിക്കുന്ന അവരുടെ ചാപ്പലും അവരുടെ സെമിത്തേരിയും ഒക്കെ പൊളിച്ചു നീക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇത്തരം എന്താ പറയുക, ഒരു കടന്നുകയറ്റം, ഒരു ഏറ്റവും വലിയ ഉദാഹരണം, മറ്റുള്ളവരുടെ വിശ്വാസത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റം ഈ സമീപകാലത്തുണ്ടായപ്പോൾ അത് ഏറ്റവും വലിയൊരു ഉദാഹരണം മാത്രമായിട്ട് മാറിപ്പോയി. മണിപ്പൂരിൽ മാസങ്ങളോളം നീണ്ടു നിന്നുള്ള വംശീയ കലാപം, അതിനിടയിൽ 300-ലധികം ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ക്രിസ്ത്യൻ പ്രാർത്ഥനാ യോഗങ്ങൾക്ക് നേരെ നടക്കുന്ന നിരന്തരമായ ആൾക്കൂട്ട അക്രമങ്ങൾ, അതൊക്കെ മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കനത്ത പ്രഹരങ്ങളാണ് എന്ന് ആരാണ് ഇവിടെ ജനങ്ങളോട് അല്ലെങ്കിൽ ആ വിഭാഗത്തോട് അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തോടൊന്ന് പറഞ്ഞു കൊടുക്കുന്നത്? ഇതിനോടൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ ഉപജീവന മാർഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ സാംസ്കാരിക വ്യക്തിത്വം അതിനെയൊക്കെ അന്യവൽക്കരിക്കാനുള്ള, അപരവൽക്കരിക്കാനുള്ള നീക്കങ്ങളും ഇന്ന് നമ്മുടെ ഈ രാജ്യത്ത് സജീവമാണ് എന്ന് മനസ്സിലാക്കണം. ഹരിദ്വാറിലും മറ്റു തീർത്ഥാടന കേന്ദ്രങ്ങളിലുമൊക്കെ പാതയോരങ്ങളിലെ കച്ചവടക്കാരുടെ പേര് വിവരങ്ങൾ പ്രദർശിപ്പിക്കണം എന്ന നിർബന്ധിത ഉത്തരവുകൾ വഴി പ്രത്യേക വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് സാമ്പത്തികമായി ബഹിഷ്കരിക്കാൻ വേണ്ടി ശ്രമം നടന്നു എന്ന് വേണം ചിന്തിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും പശു സംരക്ഷണത്തിന്റെ പേരിൽ നടന്നിട്ടുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ, അല്ലെങ്കിൽ ഹിജാബ് നിരോധനത്തെ പറ്റി ഉയർന്നിട്ടുള്ള വിവാദങ്ങൾ, മനുഷ്യരുടെ അടിസ്ഥാന അവകാശങ്ങളെയും ഭക്ഷണ വസ്ത്ര സ്വാതന്ത്ര്യമൊക്കെ ചോദ്യം ചെയ്യുന്ന ഈ സംഭവങ്ങളെല്ലാം ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. മറുവശത്ത് വ്യാജ പ്രചരണങ്ങളിലൂടെ സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ലവ് ജിഹാദ്, മതപരിവർത്തനം, ഇങ്ങനെ തുടരെ ഒരുപാട് ആരോപണങ്ങൾ, അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉയർത്തി നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതും ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സ്കൂളുകൾക്കും ആശുപത്രികൾക്കും നേരെ വ്യാജ പ്രചരണങ്ങൾ നടത്തി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതുമൊക്കെ പതിവ് കാഴ്ചകളാണ്, എപ്പോഴും കാണുന്ന കാഴ്ചകളാണ് എന്ന നിലയിലേക്ക് രാജ്യത്തെ സ്ഥിതി മാറിക്കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നു. മുൻകൂട്ടി അനുമതി വാങ്ങി നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പോലും ഇത്തരം വ്യാജ ആരോപണങ്ങൾ കൊണ്ട് നേരിടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സ്ഥാപനത്തിൽ അങ്ങനെയാണ്. അവർ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രേഖാമൂലം അവിടെ അപേക്ഷ വെച്ചു, അവർ അനുവദിച്ചു, എല്ലാ രേഖകളും കിട്ടി. പക്ഷെ പറയുന്നത് ഇത് നമ്മുടെ സർക്കാരാണ്, നിങ്ങളുടെ സർക്കാർ പോയി, അതുകൊണ്ട് ഇനി ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്ന. ഓരോ സർക്കാരും മാറി മാറി വരുമ്പോൾ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ മാറുന്നു, അവിടെയുള്ള കച്ചവടക്കാർ അവരുടെ ജീവിത രീതികൾ മാറുന്നു, അവരേത് വിശ്വസിക്കണം, എന്ത് തിന്നണം, എങ്ങനെ ജീവിക്കണം, എന്തുടുക്കണം എന്ന് തീരുമാനിക്കുന്നു. എന്തൊരു അവസ്ഥയാണ് നമ്മുടെ ഇന്ത്യയിൽ. ബുൾഡോസർ രാജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഏകപക്ഷീയമായ നടപടികൾ, കൃത്യമായ നിയമ നടപടികൾ ഒന്നും പാലിക്കാതെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ തകർത്ത് എറിഞ്ഞ സംഭവങ്ങൾ ഡൽഹിയിൽ, UP-യിൽ, ഹരിയാനയിലൊക്കെ നമ്മൾ കണ്ടതാ. ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന നിയമത്തിന് മുന്നിലെ തുല്യത പൂർണ്ണമായിട്ടും കാറ്റിൽ പറത്തുന്ന ഒന്നാണ് ഇത് എന്ന് നമ്മളെ ഭരണകൂടത്തിന് അറിയാഞ്ഞിട്ടില്ല. കാരണം ഭരണകൂടം തന്നെയാണല്ലോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്.
ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമാണ് ഉള്ളത്. എന്നാൽ നിങ്ങളുടെ കാലം കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ കാലമാണ് എന്ന ബരാസിൽ കന്യാസ്ത്രീകളോട് ആൾക്കൂട്ടം വിളിച്ചു പറഞ്ഞത് നിയമവാഴ്ചയ്ക്കും ഭരണഘടനയുടെ ആമുഖത്തിനും നേർക്കുള്ള തുറന്ന വെല്ലുവിളിയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു രാഷ്ട്രത്തിന്റെ കരുത്ത് നിലനിൽക്കുന്നത് അതിന്റെ വൈവിധ്യത്തിലാണ്. ആ വൈവിധ്യത്തിലും അത് ഒരുമിച്ച് നിൽക്കുന്ന കരുത്തിലാണ്. ഒരു വിഭാഗത്തെ ഭയപ്പെടുത്തിയും പാർശ്വവത്കരിച്ചും കൊണ്ടുപോകുന്ന ഒരു സമൂഹത്തിനും ഒരൊറ്റ സമൂഹത്തിനും ദീർഘകാലം അല്ലെങ്കിൽ ഒരു വലിയ കാല മുന്നേറ്റം സാധ്യമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. മതനിരപേക്ഷതയും പൗരന്മാരുടെ തുല്യാവകാശവും സംരക്ഷിക്കാൻ ബോധപൂർവമായ ജനകീയ ഇടപെടലുകളും ജാഗ്രതയും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്നൊരാശയം, അതിന്റെ വൈവിധ്യങ്ങൾ, ഇതൊക്കെ തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കുക എന്നത് ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും ഉത്തരവാദിത്വമാണ് എന്നാണ് നമ്മൾ ഇന്ത്യയിൽ രാഷ്ട്രബോധവും പൗരബോധവും സാമൂഹ്യ ബോധവുമുള്ള ഓരോ സർവോപരി നമ്മുടെ രാജ്യത്തോട് കൂറുള്ള ഓരോ മനുഷ്യസ്നേഹിയും കരുതേണ്ടത്. അവരുടെ ഉത്തരവാദിത്വമാണത്. Different angles. Don't forget to subscribe and support this channel.